സ്നേഹാവസാണ്. നാളെയാണ് നമ്മുടെ ക്രിസ്മസ് എക്സാം വരുന്നത് അല്ലെ. നമുക്ക് അടിച്ച് പൊളിച്ച് എഴുതാനുള്ളതാണ്. ബാരിഷ് കെ ബാദ് എന്ന് പറയുന്ന ഗുട്ടുവിന്റെയും ഗുട്ടലിന്റെയും ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആ പാഠത്തിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണത്? ഡയറിയാണ്. ഡയറി എന്ന് പറയുന്ന സംഭവം മക്കൾ കേട്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ഹിന്ദിയിൽ അങ്ങനെ എഴുതി കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഡയറി എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാം. അതിൽ ഗുട്ടലിയുടെ ഡയറിയാണ് നമ്മൾ പറയുന്നത്. ഗുട്ടുവിന്റെ ഡയറി വരാൻ ചാൻസ് ഉണ്ട്, ഗുട്ടലിയുടെ ഡയറി വരാൻ ചാൻസ് ഉണ്ട്. ഇന്ന് നമ്മളിപ്പോ ഗുട്ടലിയുടെ ഡയറി പറയും. ഗുട്ടുവിന്റെ ഡയറി നമ്മൾ എപ്പോ പറയും? നമ്മുടെ മാരത്തോണിൽ പറയും കേട്ടോ. അപ്പൊ ഒന്നുമില്ല, ഗുട്ടലി അന്ന് രാത്രി പോയിട്ട് എന്തൊക്കെയോ കുറെ കളി കളിച്ചു അല്ലെ, കുറെ സൈക്കോത്തരങ്ങളൊക്കെ ചെയ്തു. കുറെ ജീവികൾ എന്താണ് നമ്മുടെ ആ തോണിയിലൊക്കെ പിടിച്ചിരുത്തി, അത് മുങ്ങിപ്പോയി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി അല്ലെ. അപ്പൊ ആ ദിവസം രാത്രി നമ്മുടെ ഗുട്ടലി പോയിട്ട് ഒരു ഡയറി എഴുതാണ്. ആ ഡയറി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കൾ, പഠിച്ചു വെച്ചോളാം. ആദ്യം ഡയറിയുടെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. ഡയറി എഴുതുമ്പോൾ എപ്പോഴും ഒരു ബോക്സ് വരച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ബോക്സ് വരച്ചിരിക്കണം. എന്നിട്ട് എന്താ എഴുതേണ്ടത് നോക്കിക്കേ? ഡേറ്റ് എഴുതണം. ഏതെങ്കിലും ഒരു ഡേറ്റ്, മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് എഴുതി വെക്കാം. പിന്നെ എന്താണ്? ഡേ എഴുതണം. ഡേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡേ എന്ന് വെച്ചാൽ എന്താണ്? രവിവാർ, സോമവാർ, ശുക്രവാർ എന്ന് പറഞ്ഞ മക്കൾ ഒരുപാട് എന്ത് പഠിച്ചിട്ടുണ്ടാവും? ഡേകൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഡേ എഴുതി വെക്കാം. ഓക്കെ, എന്നിട്ട് എങ്ങനെയാണ് ഒരു ഡയറി തുടങ്ങേണ്ടത് നോക്കാം കേട്ടോ. നോക്കിക്കേ, ആജ് കാ ദിൻ. നമ്മുടെ ഗുട്ടലിക്ക് എന്ത് ദിവസമായിരുന്നു? സന്തോഷമുള്ള ദിവസമാണോ സങ്കടമുള്ള ദിവസമാണോ? വളരെ ഹാപ്പി ആയിരുന്നു. അവള് ഫുൾ കളിച്ച് പിന്നെന്താണ് നമ്മുടെ ഗുട്ടു വീണു, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ. അതൊക്കെ അവൾക്ക് വളരെ ഫണി ആയിട്ട് തോന്നി. അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യാണ്? ഒരു ഡയറി എഴുതാണ്. അപ്പൊ അന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൾ എഴുതാൻ തുടങ്ങുന്നത് അല്ലെ. നോക്കിക്കേ, ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം ഖുഷി കാ ദിൻ താ. ഖുഷി കാ ദിൻ താ എന്താണ്? സന്തോഷമുള്ള ഹാപ്പി ഉള്ള ഒരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങാണ് അല്ലെ. ആജ് മേ, ഇന്ന് ഞാൻ और ഗുട്ടു ബാരിഷ് കെ ബാദ് ഖേൽനെ കെ ലിയെ ബാഹർ ഗയാ. ശ്രദ്ധിച്ച് കേട്ടോണേ, എന്താ പറയുന്നത്? ആജ്, ഇന്ന്. ഈ ആജ് എന്ന് പറയുന്ന വാക്ക് മക്കൾ പഠിച്ചു വെച്ചോണം കേട്ടോ. ആജ് എന്ന് വെച്ചതാണ് ഇന്ന്. മേ, ഞാനും और ഗുട്ടു ബാരിഷ് കെ ബാദ്, ബാരിഷിന് ശേഷം അല്ലെ. കെ ബാദ് എന്ന് വെച്ചതാണ് ശേഷം. മഴയ്ക്ക് ശേഷം എന്ത് ചെയ്യാൻ പോയി? ഖേൽനെ കെ ലിയെ, കളിക്കാൻ വേണ്ടിയിട്ട് ബാഹർ ഗയാ, പുറത്തേക്ക് പോയി എന്ന് പറയാണ്. ഓക്കെ, और हम दोनों പത്തേ കി നാവ് ബനാക്കർ നാലേ മേ ബഹാ ദിയ. എന്നിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല കൊണ്ട് ഒരു തോണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ആ തോണി അവരെന്ത് ചെയ്തു? എന്നിട്ട് ഒഴുക്കി വിട്ടു. അതാണ് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത്. നോക്കിക്കേ, ഹം ദോനോ, ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തു? പത്തേക്ക് നാവ് അല്ലെ. പത്തേന്ന് വെച്ചതാണ് ഇല കൊണ്ടുണ്ടാക്കിയ നാവ്. കടലാസ് പോട്ടാണോ? അല്ല, ഇല കൊണ്ട്, പത്തേനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നാവ്. ബനാക്കർ, നിർമ്മിച്ചിട്ട് എന്ത് ചെയ്തു? നാലേമേ, നാലേന്ന് വെച്ചാൽ എന്തായിരുന്നു? ചാലായിരുന്നു അല്ലെ, തോടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാലേന്ന് വെച്ചാൽ അല്ലെ. ഈ നാലയില് ബഹാദിയ. ബഹാദിയ എന്ന് വെച്ചാൽ എന്താണ്? ഒഴുക്കി വിട്ടു കേട്ടോ. എന്താണ്? ഒഴുക്കി വിട്ടു എന്നുള്ളതാണ് ബഹാദിയ എന്ന് വെച്ചോ. ഓക്കെ, ഇസ്മേ, എന്നിട്ട് അതിൽ ആരൊക്കെയോ കുറെ ആൾക്കാരല്ലേ. മനുഷ്യന്മാരെ ഇരുത്താൻ പറ്റില്ല, എന്തായാലും ജീവികളെ മാത്രമേ ഇരുത്താൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ ഏതൊക്കെയോ കുറെ ജീവികളെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ആ ജീവികൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരൊക്കെയായിരുന്നു നോക്കിക്കേ? ഇസ്മേ ചീൻട, ഒരു ഉറുമ്പിനെ ഇരുത്തി. കേച്ചുവ, മണ്ണിരയെ ഇരുത്തി. ലാൽ കാല കീട, എന്തോ ഒരു ബ്ലാക്കും റെഡും കളറുള്ള ഒരു കീട, ഒരു പ്രാണിയും പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഓർ ഏക് മേണ്ടക്, ഒരു തവളയെയും പിടിച്ചിരുത്തി. ഇങ്ങനെ 4 ആൾക്കാരെയാണ് ആ കുഞ്ഞു പത്തയുടെ ആ നാവില് നമ്മുടെ ആര് പിടിച്ചിരുത്തിയത്? ഗുട്ടും ഗുട്ടലിയും കൂടി പിടിച്ചിരുത്തിയ അല്ലെ. ബിട്ടാദിയ, ബിട്ടാദിയ എന്ന് വെച്ചാൽ എന്താണ്? ഇരുത്തി എന്നുള്ള മീനിങ് ആട്ടോ. എന്താണ്? ഇരുത്തി. ലേക്കിൻ, പക്ഷേ, പത്തേ പല്ലട്ട് ഗയ, പക്ഷെ നമ്മുടെ തോണി കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി പോയി? പല്ലട്ട് ഗയ, എന്തായി പോയി? മറിഞ്ഞു പോവാണ് അല്ലെ. പല്ലട്ട് ഗയ എന്ന് വെച്ചാൽ എന്താണ്? മറിഞ്ഞു എന്നുള്ള അർത്ഥമാണ് അല്ലെ. എന്താ? മറിഞ്ഞു. അർത്ഥങ്ങളൊക്കെ എഴുതിയെടുത്തോണേ, നാളത്തെ എക്സാമിന് മക്കൾ പഠിക്കേണ്ട സംഭവമാണേ. നോക്ക്, അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് നോക്കിക്കേ? പക്ഷെ ആരെങ്കിലും മരിച്ചു ചത്തു പോവുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, എല്ലാവരും ജീവിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ബച്ച് ഗയ. ബച്ച് ഗയ എന്ന് വെച്ചാൽ എന്താണ്? രക്ഷപ്പെട്ടു അല്ലെ. എന്താണ്? രക്ഷപ്പെട്ടു എന്ന് പറയാണ്. ഫിർ, പിന്നീട് ഗുട്ടു ചാന്ദിനിക്ക് പേട് ഹിലാക്കർ മുജെ എന്ത് ചെയ്തു? ബിഗോദിയ. മുജിക്കോ എന്ന് വേണ്ട, മുജെ എന്ന് മാത്രം മതി. മുജെ ബിഗോദിയ. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഗുട്ടു ഒരു പാടി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ ഗുട്ടലീനെ നോക്ക് ഗോകുൽ ഗയ്യ എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ആ ചാന്ദിനിയുടെ ആ നമ്പ്യാർവട്ടത്തിന്റെ പേടിന്റെ അവിടെ വെച്ചിട്ട് ഇരുത്തിയിട്ട് അങ്ങോട്ട് ഇളക്കി അല്ലെ. ഇളക്കിയപ്പോ എന്തായി? ആ ഫുള്ള് വെള്ളം നമ്മുടെ ആരുടെ മേലായി? നമ്മുടെ ഗുട്ടലിയുടെ മേലായി പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അതാണ് പറയുന്നത്. നോക്കിക്കേ,
പിന്നീട് ഗുട്ടു ചാന്ദിനിക്ക് പേട്, നമ്മുടെ നമ്പ്യാർ വട്ടത്തിന്റെ പേടിന്റെ അവിടേക്ക് ഹിലാക്കർ, അത് ഇളക്കിയിട്ട് മുജെ എന്നെ ബിഗോദിയ. ബിഗോദിയ എന്ന് വെച്ചാൽ നനച്ചു കളയുക എന്ന് പറയുന്ന ഒരു വാക്കാണ് ബിഗോദിയ. പഠിച്ചു വെച്ചോളെ എന്നാണ് ബിഗോദിയ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇസ്ലിയെ അതുകൊണ്ട് ഗുട്ടു കെ പീച്ചെ ദോടാ. നമ്മുടെ കുട്ടലി വെറുതെ വിടോ? വെറുതെ വിടത്തില്ല അല്ലെ. അവൾ എന്ത് ചെയ്തു? അവന്റെ പിന്നാലെ അങ്ങ് ഓടി അല്ലെ, പിന്നാലെ ഓടി. ഇസ്ലിയെ അതുകൊണ്ട് ഞാൻ ഗുട്ടു കെ പീച്ചെ ഗുട്ടുവിന്റെ പുറകെ ദോട ഓടി എന്ന് പറയാണ്. ഭാഗ് ദോടുമേ, ഈ ഓട്ട മത്സരത്തിൽ, ഭാഗ് ദോട് എന്താണ്? ഈ ഓട്ടക്കളി അല്ലെ, ഒരു കളി, ഓട്ട മത്സരം എന്ന് പറയാട്ടോ. ഈ ഒരു ഓട്ട മത്സരത്തില് വഹ് അവൻ, അതായത് നമ്മുടെ ഗുട്ടു, ഫിസൽക്കർ എന്ന് വെച്ചാൽ വഴുതി എന്നുള്ള അർത്ഥം. എന്താണ് വഴുതി? കീച്ചെടുമേ, കീച്ചെട് എന്ന് വെച്ചാൽ എന്താണ്? ചെളിയാണ് അല്ലെ. ചെളിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? കീച്ചഡ് എന്ന് പറയുന്നത്. ചെളിയിൽ എന്തായി? ഗർഗയ, വീണ് പോവാണ് ഉണ്ടായത് അല്ലെ. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ഗുട്ടലി എന്ത് ചെയ്തു? ചിരിക്കാണ് ഉണ്ടായത്. വൽദേക്കർ, അത് കണ്ടിട്ട് മുജെ ബഹുത്ത് മസാ ആയ, എനിക്ക് വളരെ എന്തായി? ഞാൻ വളരെ ഹാപ്പി ആയി, എനിക്കത് വളരെ ഫണ്ണി ആയിട്ട് തോന്നി പറയാണ്. മസാ ആയ വെച്ചതാണ് ഫണ്ണി ആയിട്ട് തോന്നുക എന്നുള്ള അർത്ഥം കേട്ടോ. ആ വാക്ക് പഠിച്ചു വെച്ചോടെ, നല്ല വാക്കാണ്, നമുക്ക് എഴുതാനുള്ളതാണ്. ലാസ്റ്റ് അവസാനം നമ്മൾ എങ്ങനെ അവസാനിപ്പിക്കും നോക്കിക്കേ. ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം എന്തായിരുന്നു? ഭൂൽ നഹി സക്ത, മറക്കാൻ സാധിക്കില്ല, അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഭൂൽ നഹി സക്ത വെച്ചാൽ മറക്കാൻ പറ്റില്ല. ഒരു ദിവസം കഥാപാത്രത്തിന് മറക്കാൻ പറ്റാത്ത ദിവസമായിട്ടാണല്ലോ നമ്മൾ ഡയറി എഴുതുന്നത് അല്ലെ. അപ്പൊ എന്താണ്? അങ്ങനെ എഴുതിയിട്ട് നമ്മൾ നിർത്താം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡയറിയാണ്. ഗുട്ടുവിന്റെ ഇതേപോലത്തെ ഒരു ഡയറി നമ്മൾ ഇന്ന് മാരത്തോണിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മക്കൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളാം കേട്ടോ. അപ്പൊ നാളത്തെ എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.